ഇന്നലെ പരിധിക്ക് പുറത്താണെങ്കിൽ ഇന്ന് ബിസിയാണ് നമ്പർ. അപ്പോൾ ഇന്നലെ ഞാൻ 3 തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കുകയും, പക്ഷെ 3 തവണയും എനിക്ക് നിരാശകരമായ മറുപടിയാണ് കിട്ടിയത്. കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഒരു തവണ കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ റെക്കോർഡ് ചെയ്ത ഒരു വോയിസ് കേൾക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കാത്തു നിൽക്കാനാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഈ നമ്പർ പരിധിക്ക് പുറത്താണ്, ഇപ്പം ബിസിയാണ്. അപ്പോൾ ആ തരത്തിലേക്കാണ് നമ്മുടെ ഈ CM വിത്ത് മീ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ മുന്നോട്ട് പോക്ക്. അപ്പോൾ വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിലേറ്റവും കൗതുകരമായ കാര്യം, വലിയ PR വർക്കോട് കൂടിയാണ് ഇത് നടത്തിയത്. നവകേരള സദസ്സ് 2023 നടത്തിയത്. 2 വർഷം ആയിട്ടില്ല. ഈ നവംബർ മാസമാകുമ്പോഴാണ് 2 വർഷം പൂർത്തീകരിക്കുക. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് 6,33,144 പരാതികൾ വരികയും അതിൽ 4,88,586 പരാതികൾ പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്താണ് ഈ പറയുന്ന CM വിത്ത് മീ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഒരു ദിവസം കൊണ്ട് 4,000-ഓളം പരാതി വന്നു എന്നുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, നവകേരള സദസ്സിൻ്റെ പരാജയത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് CM വിത്ത് മീ എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ സർക്കാർ സിസ്റ്റം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിനെ വിമർശിക്കുകയും അതിനെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുത്തിയിരുന്ന് വിളിക്കാൻ അവന് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇതിന് മെനക്കെട്ട് വിളിച്ചിട്ട് പോലും ഒരു ദിവസം അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. പിന്നെ പറയുന്നത് അതിൽ ഞങ്ങൾ തിരിച്ചു വിളിക്കുമെന്നാണ്. അങ്ങനെ തിരിച്ചു വിളിക്കുമെന്ന് പറയുകയാണെങ്കിൽ 700ഓളം മിസ് കോൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനി വിളിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്. ഈ തട്ടിപ്പ് പരിപാടി കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വിളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഫോൺ കോളുമായി ബന്ധപ്പെട്ട വീഡിയോ ഉൾപ്പെടെയുള്ള റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്നും ഇപ്പം വിളിച്ചു, അപ്പോഴും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആർക്കാണ് ഇത് വിളിച്ചിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകരമായ ചോദ്യം. ഒരു കോൾ സെന്റർ ആണ്, സ്വാഭാവികമായിട്ടും നിരവധി കോളുകൾ വരുമ്പോൾ അത് ഇന്റർസെപ്റ്റ് ആവുകയും കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നലത്തെ കണക്കിറക്കിയപ്പോൾ 4,000-ഓളം കോളുകൾ വന്നിൽ 450-ഓളം കോളുകൾ മിസ്സായിട്ടുണ്ട്. അത് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 188 എന്നുള്ളതാണ് അവർ നൽകിയ 700ഓളം കോളുകൾ മിസ്സായിട്ടുണ്ട്. അവർ തിരിച്ചു വിളിക്കുമെന്നും പറയുന്നുണ്ട്. അതൊരു ഈ ആദ്യഘട്ടത്തിൽ തിരക്കായിട്ട് മാത്രം പരിഗണിച്ചു. അല്ല, അവർ പറയുന്നത് വലിയ സംവിധാനം ഉണ്ടാക്കി 25ഓളം ആളുകളെ കോൾ സെന്ററിൽ വെച്ചു, അങ്ങനെയൊക്കെ പരിപാടി നടത്തി എന്നല്ലേ പറയുന്നത്. അപ്പം 4,000-ഓളം പരാതികൾ വന്നു. ഞങ്ങളെ ഇതിൽ കോള് കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങൾ പറയുന്നത്, ഒരു ദിവസം 4,000 പരാതി കിട്ടുകയാണെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ എന്ത് പരാതിയാണ് പരിഹരിച്ച് എന്നാണ് ചോദ്യം. അങ്ങനെ എല്ലാ വകുപ്പിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോയെങ്കിൽ പരാതികളുടെ എണ്ണം കുറയണം. പരാതികളുടെ എണ്ണം കുറയല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വിളിച്ചിട്ട് കിട്ടാത്തത് വേറെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വാഭാവികം റിങ് ചെയ്താണ് മിസ് കോൾ ആയിട്ട് വരിക, അല്ലാത്തതൊക്കെ അവ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിൽ എത്ര പരാതിയാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? അങ്ങനെയാകുമ്പോൾ ഈ നവകേരള സദസ്സിനെ കൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിലുണ്ടായത്? പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട്. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം തൽക്കാലം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ തലയടിച്ചു പൊട്ടിക്കാനും അതേപോലെ തന്നെ ആളുകൾക്കുണ്ടായിരുന്ന ട്രാഫിക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും. അങ്ങനെ ഒരു ഗുണമില്ല എന്ന് ഞങ്ങൾ പറയില്ല. ആ ഗുണത്തിനപ്പുറത്തേക്ക് ഒരു ഗുണവും ഈ പരിപാടി കൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് തെളിയിക്കുന്നത്.